ഹായ്. ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ലോട്ടറി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് നമുക്കൊരു ഗിഫ്റ്റൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ വളരെ കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഇൻകം അല്ലെങ്കിൽ ഇപ്പോൾ ഡിവിഡൻഡ്, ഇതിൻ്റെയൊക്കെ ഒരു ടാക്സബിലിറ്റി വരുന്നത് ഈ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നുള്ളൊരു ഹെഡിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഇൻകം ഫ്രം അതർ സോഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. എൻ്റെ കൂടെയുള്ളത് CMA ആർദ്ര ഷാജു ആണ്. വെൽക്കം ആർദ്ര ടു ദ പോഡ്കാസ്റ്റ്. സാർ, പലരും ചെറുതാണെന്ന് കരുതി ഇഗ്നോർ ചെയ്യുന്ന ഇൻകംസ് ആണ് മെയിനായിട്ട് ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്നത്. ഇപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ഒരു ഡെയിലി ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏതൊക്കെ ഇൻകമാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്? നമ്മൾ സാധാരണ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ പലിശ വരുമാനം ഉണ്ടല്ലോ, ഓൾമോസ്റ്റ് എല്ലാ ആളുകൾക്കും ഈ സേവിങ്സ് അക്കൗണ്ട് ഉണ്ടായിരിക്കും ഒരാൾക്ക്. അപ്പോൾ സേവിങ്സ് അക്കൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ്, അതിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്ന പലിശ, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ FD ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കും, ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിബഞ്ചേഴ്സോ ബോണ്ടുകളോ ഇങ്ങനെയൊക്കെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ ഇൻട്രസ്റ്റ് ഇൻകം, അതാണ് വളരെ കോമൺ ആയിട്ട് വരുന്നത്. പിന്നെ ഒരു മാറ്റർ എന്ന് പറഞ്ഞാൽ കമ്പനികളുടെ കയ്യിൽ നിന്നൊക്കെ ഇപ്പോൾ ഡിവിഡൻ്റൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടല്ലോ, കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക്. അപ്പോൾ ഡിവിഡൻ്റ് ഇൻകം ഇതാണ് വളരെ കോമൺലി വരാറായിട്ടുള്ള ഐറ്റംസ്. പിന്നെ കൂടാതെ ഇപ്പോൾ ലോട്ടറി ഒക്കെ അടിക്കുകയാണ് എന്ന് കരുതും, ബാക്കിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ലോട്ടറി ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ പലരും ഇപ്പോൾ നമ്മളിപ്പോൾ ഓൺലൈനായിട്ടുള്ള ഒരുപാട് ഗെയിംസുകളിലൊക്കെ പങ്കെടുക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനം എന്നൊക്കെ പറയുന്നത് ഈ ഒരു ലോട്ടറി, വിന്നിങ് ഫ്രം ലോട്ടറി, ഇതൊക്കെ ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് വരുന്നത്. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഗിഫ്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും ജനറലി ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് വരുന്നത്. ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഒരു മെയിൻ ഏരിയ ആണല്ലോ ഗിഫ്റ്റ്. ഇപ്പോൾ ഈ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജ് കഴിഞ്ഞു. അപ്പോൾ മാരേജിൻ്റെ ടൈമിൽ ക്യാഷ് ആയിട്ടും ഗോൾഡായിട്ടും അതുപോലെ തന്നെ കുറേ വാല്യബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആയിട്ടും ഗിഫ്റ്റ് കിട്ടി. ഇവിടെ കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിനെല്ലാം നമ്മൾ ടാക്സ് കൊടുക്കണം എന്നുള്ളതാണ്. ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്നുള്ളൊരു ഇതിൽ ഗിഫ്റ്റായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇൻകം ടാക്സിൽ ജനറലി ഗിഫ്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 50,000 രൂപയെക്കാട്ടും കൂടുതൽ ഉള്ളൊരു വാല്യൂ ഉള്ളൊരു സംഭവം, ഇപ്പോൾ ക്യാഷായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ജ്വല്ലറിയൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ ഗോൾഡൊക്കെ ഗിഫ്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ടാക്സബിൾ ആണ്. ജനറലി അങ്ങനെയാണ് അതിൻ്റെ റൂള് വരുന്നത്. പക്ഷേ ഒരു ആൾക്ക് മാരേജായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ, ഇപ്പോൾ ഒരാളുടെ വിവാഹമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കിട്ടിയാലും, എത്ര രൂപ ഗിഫ്റ്റ് കിട്ടിയാലും, ഇനി ആരുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടിയാലും അതെല്ലാം കംപ്ലീറ്റ്ലി എക്സെപ്റ്റഡ് ആണ്. അപ്പോൾ ഇപ്പോൾ ടാക്സ് പ്ലാനിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. അതായത് ഇപ്പോൾ കല്യാണം, മാരേജിൻ്റെ ഒക്കെ സമയത്ത് നമുക്ക് എന്ത് കിട്ടിയാലും അതിന് ടാക്സ് കൊടുക്കണ്ട എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ച് എബ്രോഡുള്ള ഫ്രണ്ട്സ് ഒരു ലാപ്ടോപ്പ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫോറിൻ കൺട്രി എന്നുള്ള ഗിഫ്റ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ടാക്സബിലിറ്റിക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? അങ്ങനെ, അതായത് നമ്മളുടെ ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഗിഫ്റ്റായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില സ്പെസിഫൈഡ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ക്യാഷ് നമുക്ക് 50,000 രൂപയെക്കാട്ടും കൂടുതൽ വരികയാണെങ്കിൽ ടാക്സബിൾ ആണ്. അല്ലാതെ ഇപ്പോൾ ഷെയർസ്, സെക്യൂരിറ്റീസ്, അല്ലെങ്കിൽ ഗോൾഡ്, ജ്വല്ലറി, ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ്. അല്ലെങ്കിൽ ഇപ്പോൾ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അതായത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അപ്പോൾ ഇതിൽ കുറച്ച് സ്പെസിഫൈഡ് അസറ്റ്സുകളെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അസറ്റ്സുകൾ 50,000 രൂപയെക്കാട്ടും കൂടുതൽ കിട്ടിയാലാണ് നമുക്ക് ടാക്സ് വരുന്നുള്ളൂ. അപ്പോൾ ഈ സ്പെസിഫൈഡ് അസറ്റിൽ എന്ത് വരുന്നില്ല, ഈ ലാപ്ടോപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല, ഈവൻ വെഹിക്കിൾ പോലും വരുന്നില്ല. അപ്പോൾ അത് കാരണം തന്നെ ഇപ്പോൾ നമുക്കൊരാൾ ലാപ്ടോപ്പ്, നമ്മളൊരു ഫ്രണ്ട് നമുക്ക് ലാപ്ടോപ്പ് തന്നു എന്ന് വിചാരിക്കും, ഇപ്പോൾ 2 ലക്ഷം രൂപയുടെ വാല്യൂ ഉള്ളൊരു ലാപ്ടോപ്പ് തന്നു എന്ന് വിചാരിക്കും. എന്ന് വിചാരിച്ചിട്ട് അതിന് നമുക്ക് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. അതായത് നമ്മളുടെ വരുമാനത്തിൻ്റെ ഭാഗമായിട്ടത് വരുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ നമുക്ക് വീട് താമസത്തിന് ഒരു വെഹിക്കിൾ അല്ലെങ്കിൽ AC കൊടുത്താൽ അപ്പം അതിന് ടാക്സ് വരില്ല അല്ലേ? അങ്ങനെ വരാനായിട്ട് സാധ്യതയില്ല. അതായത് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വീട് താമസമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് കിട്ടുന്ന ഐറ്റം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു വെഹിക്കിൾ കിട്ടി എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ നമുക്കൊരു റെഫ്രിജറേറ്റർ, ഫ്രിഡ്ജ് കിട്ടി, അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ കിട്ടി. ഇതൊന്നും ഒരു സ്പെസിഫൈഡ് അസറ്റ് അല്ല. അപ്പോൾ അത് കാരണം എന്താണ്, അതിനൊന്നും ടാക്സ് വരാനായിട്ട് സാധ്യതയില്ല. നേരെ മറിച്ച് ഗോൾഡാണ് കിട്ടിയേക്കണമെന്ന് വിചാരിക്കും, അങ്ങനെ അതല്ല. ഇനി നമ്മളുടെ ക്യാഷാണ് കിട്ടിയേക്കുന്നത്, ഇപ്പോൾ 2 ലക്ഷം രൂപയൊക്കെ വീട് താമസത്തിന് ക്യാഷായിട്ട് ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ കിട്ടിയെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ടാക്സ് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങാണ്, അപ്പോഴും നമ്മൾ ഇതുപോലെ ക്യാഷ് ആയിട്ടും ഗോൾഡായിട്ടും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. അപ്പം അത് ടാക്സബിൾ ആണോ? അതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങാണെന്ന് വിചാരിക്കും. അപ്പം നമ്മുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ നമുക്ക് ഒരുപാട് ഇപ്പോൾ ഗോൾഡൊക്കെ പോകും, നമ്മുടെ കേരളത്തിലെ സ്ഥിതിക്ക് വെച്ചിട്ട് ഒരുപാട് ഗോൾഡൊക്കെ പേരിടലിന് കിട്ടാറുണ്ട്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതിൽ റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഗിഫ്റ്റ് ഉണ്ടല്ലോ, അത് എക്സെപ്റ്റഡ് ആണ്. അതായത് ഇൻകം ടാക്സ് ആക്ടിൽ റിലേറ്റീവ്സ്, അതായത് ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ്, ഇപ്പോൾ പാരൻസ് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്രാൻഡ് പാരൻസ്, ഇപ്പോൾ കുട്ടികൾ അല്ലാന്നുണ്ടെങ്കിൽ പേരക്കുട്ടികൾ, അതേപോലെ തന്നെ സിബ്ലിങ്സ്, സിസ്റ്റർ അല്ലെങ്കിൽ ബ്രദർ, അതേപോലെ തന്നെ ഇപ്പോൾ അവരുടെ സ്പൗസ്,
അപ്പോൾ അവരുടെ ഭാര്യമാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ. അപ്പോൾ ഇങ്ങനെയുള്ള, അതായത് ഇൻകം ടാക്സ് ആക്ടിൽ ഇത്തിരി ബ്രോഡാണ് ഈ റിലേറ്റീവ് എന്ന് പറഞ്ഞൊരു ടൈം. അതായത് നമ്മൾ നേരെ മുകളിലേക്ക് നേരെ താഴത്തേക്ക് എന്ന് പറയാം. അതായത് ഫാദർ, ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ മദർ, ഗ്രാൻഡ് മദർ, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇത്. അതുപോലെ തന്നെ താഴത്തേക്ക് പിന്നെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ, ഇപ്പോൾ അവരുടെ സ്പൗസ്, ഇങ്ങനെ ആ ഒരു ഇതിലാണെന്ന് വിചാരിക്കും. ആ ഒരു ചട്ടക്കൂടിലാണ്, ആ ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഗോൾഡ് ആയാലും അല്ലെങ്കിൽ ക്യാഷ് ആയാലും അതെല്ലാം എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ പേരുവിളിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, ഗോൾഡൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്താണ്, അത് എക്സംപ്റ്റഡ് ആണ്. പക്ഷേ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയെന്ന് വിചാരിക്കും. ഫ്രണ്ട്സൊക്കെ നമുക്ക് ഗോൾഡ് കൊണ്ടുവന്നു തരികയാണെന്നുണ്ടെങ്കിൽ 50,000 രൂപയെക്കാട്ടും കൂടുതലാണ് ടോട്ടൽ അതിൻ്റെ ഒരു വാല്യൂ വരണമെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ ടാക്സബിൾ ആവും. അതിന് എക്സെപ്ഷൻ വകുപ്പൊന്നുമില്ല പ്രത്യേകിച്ച്. ഇപ്പൊ പേരൻസിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പൊ പല പേരൻസും കുട്ടികൾക്ക് പ്രോപ്പർട്ടി വില്ലായിട്ട് എഴുതി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇൻകം ടാക്സ് പ്രകാരം അതൊരു ഗിഫ്റ്റ് ആണോ? ആക്ച്വലി അത് ഗിഫ്റ്റ് ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യണത്. പക്ഷേ ഗിഫ്റ്റ് ടാക്സിൻ്റെ കേസിൽ അവിടെ എക്സംഷൻ ഉണ്ടെന്ന് അർത്ഥം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വില്ലായിട്ട് നമുക്കൊരു ഇത് കിട്ടുകയാണ്, പ്രത്യേകിച്ച് പാരൻസിൻ്റെ കയ്യിൽ നിന്നൊക്കെ വില്ലായിട്ടാണ് നമുക്കൊരു പ്രോപ്പർട്ടി കിട്ടും. ഇപ്പോൾ കേരളത്തിലാണ് അല്ലാതെ നമ്മുടെ നാട്ടിൽ നടപ്പോൾ അങ്ങനെയാണല്ലോ. അതായത് ഇപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന്, ഇപ്പോൾ പാരൻസിൻ്റെ കയ്യിൽ നിന്ന് വില്ലായിട്ട് പ്രോപ്പർട്ടി കിട്ടുകയാണ്. അപ്പോൾ അത് ടാക്സബിൾ അല്ല. നേരെ മറിച്ച് നമുക്ക് വേറൊരാൾ, നമുക്ക് ഒട്ടും ഒരു റിലേഷൻ ഇല്ലാത്ത ഒരാൾ നമുക്ക് പ്രോപ്പർട്ടി തരാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് വരാൻ ചാൻസ് ഉണ്ട്, അവിടെ ടാക്സ് വരാനായിട്ട് സാധ്യതയുണ്ട്. ഒരു നോൺ റെസിഡന്റ് ആയിട്ടുള്ള ആളുടെ ഒരു വൈഫിന്റെയും അതുപോലെ തന്നെ കുട്ടിയുടെയും പേരിൽ പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇതിന്റെ ടാക്സബിലിറ്റി എങ്ങനെയാണ് വരുന്നത്? നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാൾ സാധാരണ ചെയ്തു വരാറുള്ള ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ അവർക്ക് അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്, ഇപ്പോൾ ബ്രോക്കർ ലെവൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായ കാരണം അവർ ചിലപ്പോൾ ഇവിടെ വൈഫിൻ്റെ പേരിലായിരിക്കാം ചിലപ്പോൾ ഒരു ട്രേഡിംഗ് അക്കൗണ്ട്, ഡിമാറ്റ് അക്കൗണ്ട് ഒക്കെ എടുത്തിട്ട് ട്രേഡിംഗ് ഒക്കെ ചെയ്യണത്, അല്ലെങ്കിൽ ഇപ്പോൾ അമ്മയുടെ പേരിൽ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ കേസിൽ ആക്ച്വലി അതൊരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടല്ലോ. സോഴ്സ് ഓഫ് ഇൻകം എന്താണ് എന്ന് ചോദിച്ചിട്ട്, കാരണം ഇവിടെയുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് സോഴ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ ഇപ്പോൾ അമ്മയോ അല്ലാന്നുണ്ടെങ്കിൽ വൈഫോ ചിലപ്പോൾ മേ ബി അൺഎംപ്ലോയിഡ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എംപ്ലോയ്മെൻറ്റിലാണെങ്കിൽ തന്നെ ചിലപ്പോൾ ഇത്രയധികം വലിയൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനുള്ള സോഴ്സ് ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ആ കേസിൽ നമ്മളൊരു ട്രാൻസാക്ഷൻ്റെ ബാക്ക് ടു ദ സോഴ്സ് പ്രൂവ് ചെയ്യാനായിട്ടുണ്ടല്ലോ, അതിനൊരു ഗിഫ്റ്റ് ഡീഡൊക്കെ ചെയ്തു വയ്ക്കുന്നത് നന്നായിരിക്കും. അതിൽ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് റിലേറ്റീവ്സ് ആയ കാരണം അവിടെ ടാക്സബിലിറ്റി വരുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഹസ്ബൻഡും വൈഫും അല്ലാന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു ക്ലോസ് റിലേഷൻഷിപ്പിലാണല്ലോ ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത്. അപ്പോൾ അത് കാരണം അവിടെ ഇത് വരാനായിട്ടുള്ള, അതായത് ഇൻകം ടാക്സ് വരാനായിട്ടുള്ള സാധ്യതയില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഫാമിലീസിന് ധനസഹായം, ചികിത്സാ സഹായം, അല്ലെങ്കിൽ വീട് വെച്ചു കൊടുക്കുക. മെയിനായിട്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ ട്രസ്റ്റ്, ഇപ്പോൾ ഈവൻ വാട്സപ്പ് ഗ്രൂപ്പ് വഴി നമ്മൾ ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇത് റിസീവ് ചെയ്യുന്ന ആൾ ഇതിന് ടാക്സ് കൊടുക്കണം. അതിലൊരു പോയിന്റ് ഉള്ളത് ആർദ്ര, അതായത് നമ്മൾ ആരാണ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മുനിസിപ്പാലിറ്റിയാണ് കൊടുക്കുന്നത്, അല്ലാതെ ഇപ്പോൾ ഗവൺമെൻറ്റിനാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് വരുന്നില്ല. അതുപോലെ തന്നെ ഒരു 12AB, അതായത് നമ്മുടെ പഴയ ആക്ട് പ്രകാരം, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം രജിസ്ട്രേഷനുള്ള ഒരു ട്രസ്റ്റ് ആണെന്ന് വിചാരിക്കും. അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളാണ് കൊടുക്കുന്നതെങ്കിൽ ഈ കിട്ടുന്ന ആൾക്കുണ്ടല്ലോ, ആ ബെനിഫിഷ്യറിക്ക് അതൊരു ഇൻകം ആയിട്ട് വരുന്നില്ല. പക്ഷേ നേരത്തെ ആർദ്ര സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴത്തെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ടെക്നോളജി ഒക്കെ വളർന്ന് ഇത്തിരി വലുതായ കാരണം തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ കോളേജ് അല്ലെങ്കിൽ സ്കൂൾ അലുമിനി ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ മതി. അപ്പോൾ തന്നെ കുറച്ച് ആളുകൾ എല്ലാവരും കൂടി 10 ലക്ഷം രൂപ 5 ലക്ഷം രൂപയൊക്കെ അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ അതിനൊരു ടാക്സബിലിറ്റി വരാനായിട്ട് സാധ്യതയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പാണ് അങ്ങനെയുള്ള ആളുകളൊന്നും ചിലപ്പോൾ അതിലൊരു ട്രസ്റ്റായിട്ടൊന്നും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, രജിസ്റ്റർ ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് റിസീവ് ചെയ്യുന്ന ആൾ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗിഫ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാനും 50,000 രൂപയെക്കാട്ടും കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ടാക്സ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ കേസിൽ പറയാനുള്ള മാറ്റർ ഇത് സ്ഥിരമായിട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കും. ഇപ്പോൾ നമ്മളൊരാൾ അല്ലെങ്കിൽ അലുമിനി ഗ്രൂപ്പ്സുകൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതൊരു ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഒരു ട്രസ്റ്റ് ആയിട്ടൊക്കെ രജിസ്റ്റർ ചെയ്ത് ഒരു എക്സംഷൻ എടുക്കുന്നതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ വരുന്നത്. ഗിഫ്റ്റ് പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ലോട്ടറി. അപ്പോൾ എൻ്റെ റിലേറ്റീവിന് ഒരു 1 lakh rupees ലോട്ടറി അടിച്ചു. അപ്പോൾ TDS ഒക്കെ കഴിഞ്ഞിട്ട് ഒരു അറൌണ്ട് 70,000 രൂപയാണ് കയ്യിൽ കിട്ടിയത്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഓൾറെഡി TDS നമ്മളുടെ കയ്യിൽ നിന്ന് ഡിഡക്ട് ചെയ്തതല്ലേ,
അപ്പോൾ നമ്മൾ വീണ്ടും അത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ളതാണ്. ഈ ലോട്ടറി കിട്ടുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് അത്. അതായത് ഒരാൾക്ക് ഒരു ലോട്ടറി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമലി 30+%, അതായത് ഏകദേശം ഒരു 30-35 അല്ലെങ്കിൽ സർചാർജ് ഒക്കെ വലിയ എമൗണ്ട് ഒക്കെ അടയ്ക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 37-40%ലേക്കൊക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട് ടോട്ടൽ ടാക്സ്. അപ്പോൾ ഒരു 1 lakh ഒക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 65,000-ൻ്റെ അടുത്ത് 67,000-ൻ്റെ ഒക്കെ അടുത്തായിരിക്കും ഇദ്ദേഹത്തിന് കിട്ടാനായിട്ട് സാധ്യതയുള്ളത്. അപ്പോൾ TDS ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, TDS ഒക്കെ പിടിച്ചിട്ടുണ്ട് അവിടെ. എന്നിരുന്നാൽ പോലും അദ്ദേഹം ഇതിൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ റിട്ടേണിൽ, ഇൻകം ടാക്സ് റിട്ടേണിൽ ഇത് കാണിക്കേണ്ടതുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു നോട്ടീസൊക്കെ വരാനുണ്ടല്ലോ, ഒരു നോട്ടീസൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു 1 lakh ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല. വലിയ എമൗണ്ട് ലോട്ടറി അടിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇപ്പോൾ സേ ഇപ്പോൾ 1 crore അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വലിയൊരു എമൗണ്ട്, ഒരു 50 lakhs എബോവ് ഒക്കെ ലോട്ടറി അടിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് വേറൊരു അപകടം കൂടി വരാനായിട്ട് സാധ്യതയുണ്ട്. എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് TDS പിടിക്കുമ്പോഴുണ്ടല്ലോ ഫ്ലാറ്റ് റേറ്റ് ഉണ്ടല്ലോ, ഇൻകം ടാക്സിൻ്റെ TDS മാത്രമേ പിടിക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 30% ആണ് TDS എന്ന് വെച്ചാൽ അത് മാത്രമേ പിടിക്കുന്നുള്ളൂ. അപ്പോൾ അതിനുശേഷം 4% സെസ് ഉണ്ട്. 50 ലക്ഷം കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 10% സർചാർജ് ഉണ്ട്. ഇനി അതിൻ്റെ ഇൻകം കൂടുന്നതിനനുസരിച്ച് സർചാർജ് 15%, 20-25% ഇങ്ങനെ സർചാർജ് കൂടി വരും. അപ്പോൾ ഈ സർചാർജ് TDS ആയിട്ട് പിടിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ട് വേണം. ഇപ്പോൾ 1 കോടിയൊക്കെ ലോട്ടറി ഒക്കെ അടിച്ച ആൾക്ക് കിട്ടിയിട്ടുണ്ടാവുക ഏകദേശം ഒരു 60 lakhs-ൻ്റെ ഒക്കെ അടുത്ത് കിട്ടിയെന്ന് വിചാരിക്കും. 65 lakhs-ൻ്റെ ഒക്കെ അടുത്ത് കിട്ടിയിട്ടുണ്ടായിരിക്കും, 65-67-ൻ്റെ അടുത്ത്. അപ്പോൾ ഇദ്ദേഹം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ സർചാർജ് കൂടി അടച്ചിട്ട് ചിലപ്പോൾ ഒരു 4-5 ലക്ഷം രൂപ കൂടി എന്ത് ചെയ്യേണ്ടി വരും, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് വിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, കുറച്ചാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് നോട്ടീസൊക്കെ വരും. നോട്ടീസ് വരുമ്പോൾ ചിലപ്പോൾ 5 ലക്ഷം ഒന്നും ആവില്ല അവിടെ അടയ്ക്കേണ്ടി വരിക. അവിടെ ചിലപ്പോൾ വലിയൊരു എമൗണ്ടൊക്കെ ചിലപ്പോൾ അടയ്ക്കേണ്ടി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ 3-4 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് നോട്ടീസ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ 5 ലക്ഷം എന്ന് പറയുന്നത് ചിലപ്പോൾ 10 ലക്ഷമോ 12 ലക്ഷമോ ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ലോട്ടറി ഒക്കെ കിട്ടുന്ന ആളുകൾ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അവരെന്തായാലും മാൻഡേറ്ററിലി റിട്ടേൺ ഫയൽ ചെയ്യുക. ചിലപ്പോൾ ടാക്സ് അടയ്ക്കേണ്ടി വരില്ല, അതല്ല സർചാർജൊക്കെ അടയ്ക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അടച്ചിടുന്നതാണ് നല്ലത്. അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, കുറച്ചാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നോട്ടീസൊക്കെ വരുമ്പോൾ വലിയൊരു എമൗണ്ട് ചിലപ്പോൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മളിപ്പോൾ തൃശ്ശൂരിൽ നിന്നും അതുപോലെ തന്നെ പല ഇൻകം ടാക്സ് ഓഫീസിൽ നിന്നും ഇൻ്റലിജൻസിൽ നിന്ന് ഇതുപോലെ ലോട്ടറി അടിച്ച ആളുകൾക്ക് ഒരുപാട് നോട്ടീസുകൾ അയക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറി ഒക്കെ കിട്ടുന്ന ആളുകൾ ഒരു താഴെ തട്ടിലുള്ള ആളുകളൊക്കെ ആയിരിക്കും മിക്കവാറും ലോട്ടറി ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ ധാരണയൊന്നുമില്ല. അവർ വിചാരിക്കുന്നത് 1 കോടി ലോട്ടറി കിട്ടി, അല്ലാന്നുണ്ടെങ്കിൽ 50 ലക്ഷം രൂപ ലോട്ടറി കിട്ടി. ഇപ്പോൾ ഈ ലോട്ടറിക്ക് ഗവൺമെൻറ് ടാക്സ് ഒക്കെ പിടിച്ചിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ ഞങ്ങളിത് ഫയൽ ചെയ്യണ്ട, അല്ലാന്നുണ്ടെങ്കിൽ ഇനി വേറെ ടാക്സ് ഒന്നും അടയ്ക്കാനില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്കാണ് എന്ത് ചെയ്യണത്, ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ഒരു ആൾ വന്നിട്ടുണ്ടായിരുന്നു. ആൾ മാർക്കറ്റിൽ ചെറുനാരങ്ങ വെക്കുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് ഏകദേശം 70 ലക്ഷം രൂപയുടെ അടുത്ത് അങ്ങണ്ട ലോട്ടറി അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി TDS ഒക്കെ പിടിച്ചിട്ടില്ലേ, ടാക്സ് ഒക്കെ പിടിച്ചിട്ടില്ലേ, അപ്പോൾ ഇനി എന്തിനാണെന്ന് വെച്ചിട്ട് ആൾ ഫയൽ ഒന്നും ചെയ്തില്ല. എനിക്ക് തോന്നുന്നു 1920 ഇപ്പോൾ 2019-20 അങ്ങാണ്ടാണ് ഈ ലോട്ടറി ഒക്കെ അടിച്ചേക്കുന്നത് ആൾക്ക്. ഇപ്പോഴാണ് നോട്ടീസ് വന്നേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നോട്ടീസ് വന്നേക്കുന്നത് ചില്ലറ എമൗണ്ട് ഒന്നല്ല, ഏകദേശം 8 ലക്ഷം രൂപയൊക്കെ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 8 ലക്ഷം പോയിട്ട് 8,000 രൂപ പോലും എടുക്കാനില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ലോട്ടറി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ലോട്ടറി അടിക്കുന്ന ആളുകൾ ഭാഗ്യമാണ്, നല്ല കാര്യം. പക്ഷെ ഒരു ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലി ആരെങ്കിലുമൊക്കെ കൺസൾട്ട് ചെയ്യണത് നന്നായിരിക്കും. ഇതിന് നമുക്ക് എന്തെങ്കിലും ഡിഡക്ഷൻസ് അവൈൽ ചെയ്യാൻ പറ്റുമോ? ലോട്ടറിയുടെ കേസിൽ അങ്ങനെ ഡിഡക്ഷൻസ് അവൈൽ ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ഇപ്പോൾ ബാക്കി നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു ബിസിനസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ്സിന് ഒരു ഇൻകം ഉണ്ട്, ബിസിനസ്സിൻ്റെ റിലേറ്റഡ് എക്സ്പെൻസസ് ഉണ്ടല്ലോ, അത് നമുക്ക് ക്ലെയിം ചെയ്യാം. പക്ഷേ ലോട്ടറിയുടെ കേസിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു 1 ലക്ഷം രൂപ ലോട്ടറി അടിച്ചു, നമുക്ക് 500 രൂപ ടിക്കറ്റ് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എക്സ്പെൻസുകൾ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. വിന്നിങ് ഫ്രം ലോട്ടറീസ് അല്ലെങ്കിൽ ഇതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് അങ്ങനെ വരണം. നമുക്ക് അതായിട്ട് റിലേറ്റഡ് ആയിട്ട് എക്സ്പെൻസ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഒരുപാട് യങ്സ്റ്റേഴ്സ് ഇപ്പോൾ ഓൺലൈൻ ഗെയിമിംഗ് വഴി ഇൻകം ചെയ്യുന്നുണ്ട്. അപ്പോൾ പലരുടെയും മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ഗെയിം കളിച്ച് കിട്ടണ പൈസയല്ലേ, അത്ര സീരിയസ് ആക്കില്ല. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് ശരിയാണോ? അത് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഓൺലൈൻ റമ്മി എനിക്ക് തോന്നുന്നു ഇതൊക്കെ നിരോധിക്കാൻ പോകാന്ന് തോന്നുന്നു, ഓൺലൈൻ റമ്മിയൊക്കെ മെയ് മാസമൊക്കെ തൊട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പൈസ ഓൺലൈനായിട്ട് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ മറ്റൊരു ഇതുണ്ടായിരുന്നത് നമ്മളുടെ ഈ IPL ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഗെയിമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങളൊക്കെ നിരോധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഓൺലൈനായിട്ട് ഇതേപോലെ ഗാംബ്ലിങ് അല്ലാന്നുണ്ടെങ്കിൽ ഗെയിമുകളൊക്കെ കളിച്ചിട്ട് പൈസ കിട്ടാനായിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്.
അപ്പോൾ പൈസ കിട്ടുന്നതുകൊണ്ട് വിരോധമില്ല, നല്ല കാര്യം പൈസയൊക്കെ കിട്ടുന്നത്. അപ്പോൾ പൈസയൊക്കെ കിട്ടുമ്പോൾ മിക്കവാറും ഇതേപോലെ TDS പിടിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇപ്പോൾ 1 lakh കിട്ടി എന്നുണ്ടെന്നുണ്ടെങ്കിൽ 30% TDS ഒക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻകം ടാക്സ് റിട്ടേൺ ഉണ്ടല്ലോ, കറസ്പോണ്ടിങ് ഇൻകം ടാക്സ് റിട്ടേൺ കൂടി ഫയൽ ചെയ്താൽ നല്ല കാര്യം. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചാൾ കഴിയുമ്പോൾ ലോട്ടറിക്കാർക്കൊക്കെ നോട്ടീസ് വന്ന പോലെ കുറച്ചാൾ കഴിഞ്ഞിട്ടായിരിക്കും നോട്ടീസ് വരാം, ചിലപ്പോൾ 2-3 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും നോട്ടീസ് വരാം. അപ്പോഴേക്കും ചിലപ്പോൾ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിട്ടുണ്ടാവും, നമ്മൾ വലിയൊരു എമൗണ്ട് ഒക്കെ ചിലപ്പോൾ അടയ്ക്കേണ്ടി വരും. ഗെയിംസിൽ ഇൻകം പോലെ തന്നെ ഒരുപാട് ലോസ് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ലോസ് നമുക്ക് മറ്റുള്ള ഇൻകമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്യാനോ പറ്റുമോ? അങ്ങനെ സാധിക്കില്ല. അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ബാക്കി ഇപ്പോൾ ബിസിനസ് അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ഇൻകം പോലെയല്ല, ഇതിൻ്റെ ടാക്സബിലിറ്റിയും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. കാരണം സാധാരണ ഇൻകം നമുക്കൊരു സ്ലാബ് റേറ്റിലൊക്കെ പോകുമ്പോൾ ഇത് ഫ്ലാറ്റ് 30%-ലാണ് പോകുന്നത്. അപ്പോൾ അത് കാരണം തന്നെ ഇപ്പോൾ ഒരു നമ്മൾ ക്രിപ്റ്റോ ഒക്കെ ആയിട്ടുള്ള ടാക്സ് ഒക്കെ 30%-ലാണല്ലോ വരുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ലോട്ടറി അല്ലെങ്കിൽ ഇപ്പോൾ ഹോഴ്സ് റേസസ് ഇങ്ങനെയൊക്കെയുള്ള ഈ സ്പെസിഫൈഡ് ഐറ്റംസ് ഉണ്ടല്ലോ, സ്പെസിഫൈഡ് ആക്ടിവിറ്റീസിലൊക്കെ വരുന്ന അത് 30%, അങ്ങനെ വരുന്ന ഐറ്റത്തിൻ്റെ ലോസ് നമുക്ക് വേറെ ഹെഡൊക്കെ ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, അതങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാനായിട്ടൊന്നും പറ്റില്ല. അതൊരു സ്പെഷ്യൽ ഐറ്റമാണ്. കിട്ടിയാൽ, നമ്മുടെ ജഗതി പറഞ്ഞ പോലെ കിട്ടിയാൽ ഊട്ടി എന്ന് പറഞ്ഞ പോലെയാണ്, കിട്ടിയാൽ ലോട്ടറി എന്നുള്ളൊരു ആംഗിളിലാണ് അത് വരുന്നത്. ഇനി പോയാൽ കയ്യിൽ നിന്ന് പോയി, അത്ര തന്നെയുള്ളൂ. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ സേവിങ്സ് ഇൻട്രസ്റ്റ് വിട്ടുപോയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട് എന്നുള്ളതാണ് വലിയ കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യും, പ്രത്യേകിച്ച് എംപ്ലോയീസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ന്യൂ ടാക്സ് റെജീമാണ് ഓപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് സാധാരണ സാലറി ഉണ്ടായിരിക്കും. പിന്നെ എന്തുതന്നെയായാലും അവർക്കൊരു സാലറി അക്കൗണ്ട് ഉണ്ടാവില്ല ഒരു ബാങ്കിൽ. അപ്പോൾ അവിടെ എന്തെങ്കിലും FD അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ എന്തുണ്ടായിരിക്കും, നാച്ചുറലി ചെറിയൊരു എമൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ 10,000 റുപ്പീസ് ആണെന്ന് വിചാരിക്കും ഇൻട്രസ്റ്റ്. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 10,000 റുപ്പീസ് നമ്മളുടെ ഇൻകം ടാക്സ് പോർട്ടലിൽ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ ഇത് വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവരുടെ സാലറിയുടെ പാർട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, സാലറിയുടെ പാർട്ടിന് ഇവർ ഇൻകം ടാക്സ് റിട്ടേൺ എംപ്ലോയർ അടച്ചിട്ടുണ്ടായിരിക്കും, കാരണം TDS ആയിട്ട് പിടിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ 10,000 റുപ്പീസ് ഇൻട്രസ്റ്റ് ഇൻകം ഇത് നമ്മളുടെ എംപ്ലോയർ ഈ ഒരു എമൗണ്ടിനൊന്നും TDS ടാക്സ് പിടിച്ചിട്ടുണ്ടായിരിക്കില്ല. സാധ്യത കുറവാണ് ടാക്സ് പിടിക്കാനും അടയ്ക്കാനും ഒക്കെ. അപ്പോൾ നമ്മൾ ഇതും കൂടിയും കാണിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഫയൽ ചെയ്യാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ മിക്കവാറും ഇതൊരു നോട്ടീസൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ മിക്കവാറും ഇപ്പോൾ ഈ കേസിൽ 10,000 റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ 30% സ്ലാബ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3,000 രൂപയെക്കാട്ടും കൂടുതൽ ഇയാൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും ആ സിറ്റുവേഷനിൽ. ഡിവിഡൻഡിന്റെ ടാക്സബിലിറ്റി എങ്ങനെയാണ്? ഡിവിഡൻറ്റിൻ്റെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇൻകം ഫ്രം അതർ സോഴ്സസിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് കാരണം തന്നെ നോർമലി ഇപ്പോൾ റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ സ്ലാബ് റേറ്റിൽ അത് ടാക്സബിൾ ആയിരിക്കും. ഇനിയിപ്പോൾ നോൺ റെസിഡൻറ്റിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഐദർ മിക്കവാറും ഇതിന് TDS പിടിച്ചിട്ടുണ്ടായിരിക്കും. 20% ആണ് TDS വരുന്നത്, 20% TDS പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ പിന്നെ TDS പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ടാക്സബിലിറ്റി വരുന്നില്ല. അതല്ല റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കാണിക്കണം. അപ്പോൾ ഇതായിട്ട് റിലേറ്റഡ് ആയിട്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻസുകൾ കുറയ്ക്കാമെന്ന് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിട്ട് റിലേറ്റഡ് ആയിട്ട് ജെനുവിനായിട്ടുള്ള എക്സ്പെൻസുകൾ ഉണ്ട് എന്ന് കരുതും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ലോൺ എടുത്തിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കണമെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോണിൻ്റെ ഇൻട്രസ്റ്റ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡിവിഡൻ്റായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ളൊരു കാര്യമാണ് ഡിവിഡൻ്റായിട്ടുള്ള ടാക്സേഷനിൽ വരുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ടോപ്പിക്കാണ് കണ്ടന്റ് ക്രിയേഷൻ. കണ്ടന്റ് ക്രിയേഷൻ വഴി ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇൻകം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണോ അതോ ഒരു പ്രൊഫഷൻ ആണോ എന്ന് പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൽ ഈ കണ്ടന്റ് ക്രിയേഷൻ്റെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏത് നേച്ചർ ഓഫ് ഇൻകം ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അവർക്ക് ഈ കൊളാബറേഷൻ ചെയ്തിട്ട് ഒരുപാട് വരുമാനം കിട്ടുന്ന ആളുകളുണ്ട്. എൻ്റെ തന്നെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതായത് ലക്ഷക്കണക്കിന് രൂപ കൊളാബ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതൊരു ആക്റ്റീവായിട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കും. അതായത് ഇപ്പോൾ ഒരു മാസത്തിൽ തന്നെ 4-5 കൊളാബറേഷൻ ചെയ്തിട്ട് 5-10 ലക്ഷം രൂപയൊക്കെ കിട്ടുന്ന മാസത്തിൽ തന്നെ 10 lakhs ഒക്കെ ഏൺ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബിസിനസ് ഇൻകം ആയിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യാം. കാരണം അവർ ആക്റ്റീവ്ലി ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു ബിസിനസ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇനി വളരെ കാഷ്വലായിട്ട് വളരെ അപൂർവമായിട്ട് ചിലപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ കൊല്ലത്തിൽ 1-2 കൊളാബ് ഇൻകം ഒക്കെ ഉള്ളൂ എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നുള്ളൊരു ഹെഡിലേക്ക് മാറ്റിയിട്ട്, കാരണം അതൊരു ആക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അല്ല. അപ്പോൾ അത് കാരണം തന്നെ ഒരു ഇൻകം ഫ്രം അതർ സോഴ്സിൽ എന്ത് ചെയ്യാം, ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് കൊളാബറേഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇൻകം ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഇൻകം ടാക്സ് റീഫണ്ട് കാണിക്കണം.
തീർച്ചയായിട്ടും കാണിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു വരുമാനത്തിൻ്റെ ഭാഗമാണല്ലോ. നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ FD നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് മാത്രമല്ല, ഇൻട്രസ്റ്റ് ഓൺ ഇൻകം ടാക്സ് റീഫണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തപ്പോൾ നമുക്കൊരു 1 lakh റുപ്പി റീഫണ്ട് ആയിരുന്നു. നാച്ചുറലി ഈ റീഫണ്ട് ഡിലേ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്കതിൻ്റെ ഒരു ഇൻട്രസ്റ്റിന് എലിജിബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? നമുക്കത് ആ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ആ ഇൻട്രസ്റ്റും ഇൻകം ഫ്രം അതർ സോഴ്സ് തന്നെയാണ്. അപ്പോൾ ഇവൺ NRIക്ക് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ചിലപ്പോൾ ആ റീഫണ്ട് കൊടുക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റിന് TDS കൂടി പിടിച്ചിട്ടുണ്ടായിരിക്കും ഡിപ്പാർട്ട്മെൻറ്റ്. ഒരാളൊരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ പോയി. അപ്പോൾ അതിന്റെ ഡീലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,20,00,000 പക്ഷെ അവിടുത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എന്ന് പറയുന്നത് 1,50,00,000. അപ്പോൾ അവിടുത്തെ കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ ഈ ബാക്കിയുള്ള 30,00,000 IFOSൽ ട്രീറ്റ് ചെയ്യൂ. അത് വലിയൊരു ചോദ്യമാണ്. എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ പല ആളുകൾക്ക് എനിക്ക് തോന്നുന്നു അറിയാത്തൊരു കാര്യം കൂടിയാണ് അത്. അതായത് നമ്മളിപ്പോൾ ഒരു നേരത്തെ ആർദ്ര പറഞ്ഞ പോലെ ഇവിടുത്തെ ഡീൽ പ്രൈസ് എന്ന് പറയുന്നത് ഒരു തീരുമാനിച്ചുറപ്പിച്ചേക്കുന്ന പ്രൈസ് 1,20,00,000 പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ചിലപ്പോൾ അത്ര ഇങ്ങോട്ട് കറക്റ്റ്ലി ഫിക്സ് ചെയ്യാതെ ഭയങ്കര ഹയ്യർ എമൗണ്ടിലൊക്കെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഉള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ അല്ലെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഫിക്സ് ചെയ്തേക്കുന്ന വാല്യൂ 1,50,00,000. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഡിഫറൻസ് ഒരു 10%-നേക്കാട്ടും കൂടുതലാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നാച്ചുറലി 10%-നേക്കാട്ടും കൂടുതലാണല്ലോ. 1,20,00,000 10% 12 ലക്ഷമാണ്. അപ്പോൾ അതിലും കൂടുതലാണ്. അപ്പോൾ പരമാവധി പോകാവുന്നത് 1,32,00,000 രൂപ വരെയാണെങ്കിൽ പ്രോബ്ലം ഇല്ല. അപ്പോൾ ഇവിടുത്തെ ഈ കേസിൽ ഇത് 10%-നേക്കാട്ടും കൂടുതലാണ്. അപ്പോൾ ആ സിറ്റുവേഷനിൽ ഈ ഡിഫറൻസ് ഉണ്ടല്ലോ, ഈ ഡിഫറൻസ് 30 lakhs ഇത് ബയ്യറുടെ ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിട്ട് കാണിച്ചിട്ട് ഇദ്ദേഹം ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ചില കുരുക്കുകളൊക്കെ നമ്മളുടെ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നുള്ളൊരു ഹെഡിലുണ്ട്. മാത്രമല്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഇരുതല മൂർച്ചയുള്ളൊരു വാള് പോലെയാണ്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലുണ്ടല്ലോ, അതായത് സെല്ലർ ആക്ച്വലി ആൾക്ക് കിട്ടിയത് 1,20,00,000 ആയിരിക്കും. പക്ഷേ 1,50,00,000 എന്ന് കാണിച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ഇദ്ദേഹം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള ചില കോംപ്ലിക്കേഷൻസൊക്കെ ഈ നമ്മുടെ ഇൻകം ഫ്രം അതർ സോഴ്സിലുണ്ട്. അപ്പോൾ നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് പ്രത്യേകിച്ച് ഇപ്പോൾ പ്രോപ്പർട്ടിയുടെ ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് കഴിഞ്ഞാൽ പലരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഗിഫ്റ്റായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ റിലേറ്റീവ്സ് തമ്മിലുള്ള ട്രാൻസാക്ഷൻസ്, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം വിദേശത്തുള്ള ഒരാൾ NRI അവരുടെ വൈഫിൻ്റെ പേരിൽ അല്ലെങ്കിൽ അമ്മയുടെ പേരിൽ എന്ത് ചെയ്യുന്നു, ഷെയർ ട്രേഡിംഗ് ഒക്കെ നടത്തുന്നു. അപ്പോൾ ഇതിലേക്കുള്ളൊരു ട്രാൻസാക്ഷൻ എലമെൻസുകൾ നേരത്തെ പറഞ്ഞ പോലെ പേരുവിലായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇപ്പോൾ വിവാഹമൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾക്ക് ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ ടാക്സബിലിറ്റി എങ്ങനെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻകം ടാക്സ് ആംഗിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതുപോലെ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പേഴ്സണൽ ഫിനാൻസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചാനലിൽ ചെയ്യാറുണ്ട്. ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടോ ഇൻകം ടാക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ജസ്റ്റ് ഒരു കമൻ്റ് ആയിട്ടൊന്ന് നിങ്ങൾ സംശയങ്ങൾ ചോദിക്കാം. അപ്പോൾ ഇതുപോലെ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.